ഇറങ്ങല്ലേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം നമുക്കിന്ന് നമ്മളെ വ്ളോഗിലോട്ട് വരാം. ഇന്ന് ജോബ് ഡേ ഒന്നും അല്ല. ഇന്ന് ബിസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബിസിയാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ എല്ലാവരും എണീറ്റു. നമ്മുടെ കിട്ടു എണീറ്റിട്ടുണ്ടായിരുന്നു. കിട്ടുവിൻ്റെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ മറന്നു എന്നാണ് കരുതുന്നത്. കിട്ടു ആണല്ല, പെണ്ണാണ് കേട്ടോ. അപ്പം പേരൊന്നും മാറ്റിയിട്ടില്ല, കിട്ടി എന്നൊന്നും ആക്കാൻ നിന്നിട്ടില്ല. കിട്ടു എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാരണം അവൻ അങ്ങനെ പറഞ്ഞാലേ അവൻ ശ്രദ്ധിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞിലേ വിളിച്ച് തുടങ്ങിയ പേരങ്ങനെ ആയതുകൊണ്ട്. അങ്ങനെ രാവിലെ എല്ലാവരും എണീറ്റിട്ടുണ്ട്. മോനൂട്ടനെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ ലീവാണ് കേട്ടോ. ഇന്ന് എന്തായാലും ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം 2-3 ദിവസം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇച്ചിരി ഉറങ്ങണമെന്നൊക്കെ ഞാൻ കരുതി. പകൽ ഉറങ്ങണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അതൊന്നും നടന്നിരുന്നില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മോനോട്ട് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. മോനോട്ട് എണീറ്റ് വരുമ്പോഴത്തേക്കും എന്നെ കണ്ടില്ലെങ്കിൽ ആകെ ഒത്തിരി ഒരു കിണുങ്ങലായിരിക്കും. മോനോട്ടൻ വന്ന് എൻ്റെ മടി ഇരുന്നപ്പോഴത്തേക്കും കിട്ടൂന് അതിനേക്കാൾ വലിയ കുശുമ്പാണ് കേട്ടോ. കിട്ടൂന് മാത്രമല്ല, അത് നേരെ തിരിച്ചാണെങ്കിലും മോനോട്ടന് ഭയങ്കര വിഷമമാണ്. ഞാൻ കിട്ടൂനെ എടുക്കണതെന്ന് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല, എടുത്ത് കൊഞ്ചിക്കണതെന്ന് ഇഷ്ടമുള്ള കാര്യമല്ല. കിട്ടുവിന് പിന്നെ ഞാൻ എവിടെയെങ്കിലും ഇരിക്കണത് കാണുമ്പോഴത്തേക്കും അവൻ എൻ്റെ അടുത്ത് വന്ന് ചൊതുങ്ങിയിരിക്കും. അതൊരു കൊഞ്ചലും ഒരു സ്നേഹവും എല്ലാം കൂടി ഉള്ള ഒന്നാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മളോട് ഭയങ്കര സ്നേഹം കാണിക്കുകയാണ്. ഞാൻ ജോലിക്ക് പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും എൻ്റെ സ്കൂട്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വസൂട്ടിനേക്കാൾ സ്പീഡിന് വന്ന് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നത് കിട്ടുവാണ്. അത് തന്നെ നമ്മളോടുള്ളൊരു സ്നേഹത്തിൻ്റെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ മോനോട്ടൻ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു കുറച്ച് ചുമ കൂടുതലാണ്. ഇടയ്ക്ക് വെച്ച് ചുമ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോമിയോയിൽ കൊണ്ടുപോയി കാണിച്ചു. ഇപ്പോൾ വീണ്ടും ചുമ തുടങ്ങി കേട്ടോ. ഇടയ്ക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നു, പറയാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ്. അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വീണ്ടും ഹോമിയോയിൽ കാണിച്ച് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആശാന് നല്ല രീതിയിലുള്ള വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ പിന്നെ പെഡിഗ്രി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എപ്പോഴും പെഡിഗ്രിയൊന്നും കൊടുക്കാറില്ല. ചിലപ്പം രാവിലത്തെ ഫുഡ് ആവാതിരിക്കുകയോ അല്ലെങ്കിൽ മീനൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് മാത്രമേ പെഡിഗ്രി കൊടുക്കത്തുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മളെ ഫുഡൊക്കെ തന്നെയാണ്. നാടൻ പട്ടിയാണല്ലോ, നാടൻ പട്ടിയാണ്. നിങ്ങൾ ഈ പട്ടിക്കുട്ടിയെ ഞാൻ കൊണ്ടുവന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ കിട്ടിയൊരു പട്ടിക്കുട്ടിയാണ്. നാടൻ പട്ടിക്കുട്ടി ആയതുകൊണ്ട് വിലയില്ല എന്നൊന്നും ഇല്ല കേട്ടോ. എനിക്ക് നാടൻ പട്ടിക്കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഇനത്തിൽപ്പെട്ട പട്ടിക്കുട്ടിയാണെങ്കിലും എല്ലാത്തിനോടും ഒരേ ടൈപ്പ് സ്നേഹമാണ് കേട്ടോ. പിന്നെ എല്ലാവരും പറയാറുണ്ട് നാടൻ പട്ടിക്കുട്ടിക്ക് എന്താണ് സ്നേഹം കൂടുതലാണ് മറ്റുള്ളതിനേക്കാളും, പിന്നെ ആയുസ്സും കൂടുതലാണ്, പിന്നെ അതും പെൺപട്ടിയാണെങ്കിൽ കുറച്ചുകൂടി സ്നേഹം കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇന്ന് ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ ജോലിക്ക് പോകാതെ ഒരു ദിവസം വീട്ടിൽ നിൽക്കത്തക്ക രീതിയിലുള്ള പരിപാടിയാണ് കേട്ടോ അവർ കാണിക്കുന്നത്. അപ്പോൾ മോനോട്ടനെ സ്കൂളിലാക്കണം. പിന്നെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്യണം. ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്ത് തീർക്കണം. പിന്നെ വെഞ്ഞാറമൂട്ടിലോട്ട് പോകാനുണ്ട്. അതുകൂടാതെ തന്നെ എനിക്ക് ഒരു സാരി പ്രീപ്ലീറ്റ് ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീൻ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് മീൻ വാങ്ങിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഒരിടത്ത് കോഴി പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കിട്ടും എന്ന് വിചാരിച്ചിട്ട് മീൻ വാങ്ങിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത് അഥവാ ലേറ്റ് ആയാലോ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് മീൻ വാങ്ങിക്കാം എന്ന് കരുതി കേട്ടോ. മോനോട് സ്കൂളിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പം നാടൻ കോഴി കിട്ടാൻ ഇത്തിരി ടൈം എടുക്കും. നമ്മൾ ബ്ലാക്കിലെ കോഴി കണക്കല്ല, അതൊക്കെ പെട്ടെന്ന് കിട്ടും. നാടൻ കോഴി കിട്ടാൻ കുറച്ച് കഷ്ടപ്പെടണം കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നു. ഇതാ കറക്റ്റ് സമയമായപ്പോൾ 9 മണിയായപ്പോൾ മോനോട്ടൻ്റെ സ്കൂൾ ബസ് വന്നു. അപ്പോൾ മോനോട്ടൻ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് സ്കൂളിലോട്ട് പോവേണ്ട കേട്ടോ. ഞാൻ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് മോനോട്ടൻ്റെ സ്കൂളിൽ വിടാൻ എനിക്ക് ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസത്തെ ലീവ് കഴിഞ്ഞതിന് ശേഷം ആൾ ഇന്ന് മുതലാണ് സ്കൂളിൽ പോയി തുടങ്ങിയത്. കാരണം പനിയും ഈ പറയും പോലെ ചുമയൊക്കെ ഉള്ളത് കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഏതാണ്ട് ഒരു 5 ദിവസത്തോളം പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ, സ്കൂളിൽ പോട്ടെ. അത്രയും ടി വി കാണലും ഈ പറയും പോലെ ടി വി തന്നെയാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അപ്പോൾ അത്രയും ടി വി കാണൽ കുറയുമല്ലോ എന്ന് വിചാരിച്ച്
അങ്ങനെ സാരി പ്രീപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സാരി പ്രീപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ മെഷീൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാരി പ്രീപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സാരിയിൽ അതായത് വിത്ത് ബ്ലൗസ് കസ്റ്റമർ കട്ട് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും സാരി പ്ലീറ്റ് വരാൻ ഭയങ്കര പാട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആൾക്ക് ഇച്ചിരി ഒരു വണ്ണവും കൂടെ ഉണ്ട്, ഒരുപാട് സ്കെൽറ്റും അല്ല, ഭയങ്കര വണ്ണമല്ല, എന്നാലും പ്ലീറ്റ് ഫ്രണ്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു വൃത്തികേടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ ശരി ഞാൻ പീസ് വാങ്ങിച്ച് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പീസ് വാങ്ങിച്ച് ജോയിൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ശകലം പീസിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് കുഴപ്പമില്ല, അകത്ത് പോകുന്ന പീസല്ലേ, അപ്പം വേറെ കളർ ചേഞ്ചിങ് വന്നാലും കുഴപ്പമില്ലല്ലോ എന്ന് കരുതി. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ തയ്ക്കുന്നത് കേട്ടോ. കാരണം ഫാഷൻ ഡിസൈനിങ് 2 വർഷം പഠിച്ച ആളാണ് ഞാൻ. ബ്യൂട്ടീഷ്യൻ എനിക്ക് തോന്നുന്നു ഞാൻ 1 ഇയറേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അത് കോസ്മെറ്റോളജി ആയിട്ടാണ് പഠിച്ചത്, ബ്യൂട്ടീഷ്യൻ എന്നുള്ള രീതിയിലല്ല, കുറച്ചുകൂടി ടെക്നിക്കലായിട്ടാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നു 1 വർഷം പഠിച്ച ഒരു കോഴ്സാണ്. കാരണം ഫാഷൻ ഡിസൈനിങ് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ തന്നെയാണ്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോളിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്, എനിക്ക് കുറച്ച് ജോയിൻറ്റ് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് പിന്നെ അത് മാറി ഇതിലോട്ട് വരികയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം തയ്ക്കുന്നതാണ്. ഒരുപാട് നാൾക്ക് ശേഷം തയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ത്വര കൂടുതലാണ്. അപ്പം എനിക്കെന്തോ ഭയങ്കര ഒരു നൊസ്റ്റൊക്കെ ആയിരുന്നു. മോന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം വരെയും എനിക്ക് തോന്നുന്നു 9ാം മാസം വരെയും ഞാൻ തയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് പറയുമായിരുന്നു ആ സമയത്ത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ സിസേറിയൻ ആയിരിക്കും നടക്കണേന്ന്. എന്തോ എനിക്കറിയത്തില്ല, എനിക്ക് സിസേറിയൻ ആയിരുന്നു എന്നെങ്കിൽ കൂടി ഞാൻ ഇതുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വിശ്വസിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള പ്രവചനങ്ങളെല്ലാം ഞാൻ ആ രീതിയിൽ കാണുന്നു. അപ്പം നമ്മുടെ വർക്കിലോട്ട് വരാം. അപ്പോൾ ജോയിൻറ്റ് ചെയ്താണ് ഞാൻ സാരി പ്രീപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇടയ്ക്ക് വെച്ചൊരു കോൾ വന്നു, അതുകൊണ്ടാണ് ഈ ഒരു വൈബ്രേഷൻ കേട്ടത് കേട്ടോ. ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അതൊരു നെഗറ്റീവിലോട്ട് പോവാതെ നല്ല രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് പ്ലീറ്റ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ കരുതി കാപ്പി കുടിച്ച് കിട്ടുവിനും കൂടെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാമെന്ന്. കാരണം അവ ഇച്ചിരി ഇരുന്ന് മുറുവാനൊക്കെ തുടങ്ങി. അതായത് ഇങ്ങനെ രാവിലെ പെഡിഗ്രി മാത്രമാണല്ലോ കൊടുത്തത്, അപ്പോൾ അതിന് ചെറിയ രീതിയിൽ പിണക്കവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഫുഡ് കൊടുത്തിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച്. അപ്പവും മീനിൻ്റെ വേസ്റ്റ് വേവിച്ചതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം മീനിൻ്റെ വേസ്റ്റ് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തപ്പോൾ അത് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. പിന്നെ ഞാനിവിടെ അയണിങ്ങിൻ്റെ പ്രൊസീജിയറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് സമാധാനമായിട്ട് ഇങ്ങനെ പകലിരുന്ന് അയൺ ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ മിക്കപ്പോഴും രാത്രിയാണ് കിട്ടണത്. കാരണം ഉറങ്ങാൻ പോകുന്ന സമയമായിരിക്കും ഞാൻ എടുക്കുന്നത്. ഭയങ്കര ടയേർഡായിട്ടായിരിക്കും ഞാൻ ചെയ്യണത്. എനിക്കത് ഇഷ്ടമേ അല്ല. പകലിരുന്ന് സമാധാനത്തോടു കൂടി ഏതാണ്ട് നമ്മൾ സാരി പ്രീപ്ലീറ്റ് ചെയ്യാൻ 1.5 മണിക്കൂർ എടുക്കും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്ന്, ഒരിക്കലും അല്ല. നമ്മൾ സാരി മൊത്തത്തിൽ അയൺ ചെയ്തിട്ടാണ് നമ്മൾ പ്രീപ്ലീറ്റ് ചെയ്യണത്. എന്തുമാത്രം സമയം എടുക്കുമെന്ന് അറിയാമോ? പോരാത്തതിന് ചൂടൊക്കെ നോക്കി ഒരുപാട് ചൂട് കൂട്ടിയിടാൻ പറ്റത്തില്ല, കാരണം പെട്ടെന്ന് ഊരുവും ചില തുണികളൊക്കെ. അപ്പോൾ ഇതും എനിക്ക് വലിയ രീതിയിൽ ചൂട് കൂട്ടിയിടാൻ പറ്റില്ല. ഒരു മിനിമം ആയിട്ടുള്ള ചൂടിൽ കുറേ നേരം ഇരുന്ന് തേച്ചാലേ അത് ശരിയാകത്തുള്ളൂ കേട്ടോ. പിന്നെ ആ സമയത്ത് ഞാൻ ഈ പറയും പോലെ ടി വിയും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചാനൽ ഏഷ്യാനെറ്റ് മൂവീസ് ആയിരുന്നേ. അപ്പോൾ അത് പണ്ടത്തെ സിനിമകൾ ഈ ഒരു ടൈമിൽ വരാറുണ്ട്. അപ്പോൾ ഞാൻ കണ്ടത് മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും സിനിമയായിരുന്നു കേട്ടോ. പേരെനിക്ക് ഓർമ്മയില്ല, ഇടയ്ക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആ സിനിമയായിരുന്നു. ഞാൻ പണ്ട്, അതായത് നമ്മൾ ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഈ ക്ലൈമറ്റൊക്കെ എനിക്ക് ചില സമയത്ത് ഈ മണ്ഡലകാല മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര നൊസ്റ്റാൾജിയ മാസവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സിനിമകളും കൂടെ കാണുമ്പോഴത്തേക്കും പണ്ട് ഈ സിനിമ കേബിളിൽ, എൻ്റെ കുട്ടിക്കാലത്ത് കേബിളിൽ വരുമ്പോഴത്തേക്ക് കാണുന്നതും അല്ലെങ്കിൽ ദൂരദർശനിൽ വരുമ്പം കാണുന്നതും അന്നത്തെ സ്കൂൾ ലൈഫും ഒക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ. ആ ഒരു കുട്ടിക്കാലം ഒക്കെ ഓർമ്മ വരും. സീരിയസ്ലി ഞാൻ അയണിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ പാട്ടെല്ലാം കേട്ടപ്പോഴും ആ സീന്, പണ്ടത്തെ മോഹൻലാൽ, സുരേഷ് ഗോപി, മമ്മൂട്ടി, ഇവരൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ പഴയ ഓർമ്മകളിലോട്ടാണ് പോണത് കേട്ടോ. എന്നാൽ അത്രയും പഴക്കമുണ്ടോ എൻ്റെ ഏജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ സിനിമകൾ കണ്ടിട്ടുണ്ട്. എനിക്ക് പഴയ സിനിമകൾ കാണാനാണ് ഇഷ്ടം. പുതിയ സിനിമകൾ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കുറച്ച് നസീറിൻ്റെ സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം 80s മൂവിക്കൊക്കെ എന്തോ ഒരു ഹരമാണ് കേട്ടോ. അപ്പോൾ തള്ള വൈബ് അടിച്ചോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, തള്ള വൈബൊന്നും അല്ല. ഈ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരു പൊതിച്ചോറിൻ്റെ കഥയാണ് കേട്ടോ. നമുക്കല്ല,
അനിയൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പോൾ ഡെലിവറി ആവാറായി. അപ്പോൾ അമ്മ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇതുവരെ അവൾക്ക് ഒരു പൊതിച്ചോറ് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അത് കൊടുക്കണം. ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന പെൺകുട്ടികൾക്ക് പൊതിച്ചോറിനോടൊക്കെ ചിലപ്പോൾ ഒരു ഇഷ്ടം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ശ്രുതിയുടെ 7-ാം മാസം അറിയിപ്പാണ് ഒരു വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പൊതിച്ചോറ്. ചീരത്തോര ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, മീൻ പൊരിച്ചതുണ്ടായിരുന്നു, നാരങ്ങ അച്ചാറുണ്ടായിരുന്നു, പിന്നെ കരിവാടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കരിവാടൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. ജെൻസിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരിവാട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കരിവാടാണ്. അതിലാകുമ്പോൾ നല്ല ഉപ്പുണ്ട്. പക്ഷെ ഇത്തവണ ഞാൻ വാങ്ങിച്ച ചാളക്കരിവാടിന് ഭയങ്കര ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ. ചിലതെല്ലാം ഈ കടൽ തീരത്തൊക്കെ ഇട്ട് കരിവാട് റെഡിയാക്കുന്നതിലാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഉപ്പുള്ളതാണൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കടൽക്കാറ്റടിച്ചിട്ടൊന്നുമല്ല, അല്ലാതെ അവർ കൂടുതൽ നല്ല രീതിയിൽ ഉപ്പ് ചേർക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അനിയൻ വന്ന് ചോറ് പൊതി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരുപാട് ദൂരമൊന്നുമില്ല. അപ്പോൾ അവളെ വീട്ടിലാണ്, ഡേറ്റൊക്കെ അടുക്കാറായി. അതിൻ്റേതൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. മോനൂട്ടനും ഇന്ന് ചോറ് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി. രാവിലെ അരി അടുപ്പത്തിടാൻ ഇത്തിരി താമസിച്ചു, അപ്പോൾ അരി വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ മോനൂട്ടന് ചോറ് കൊണ്ടുപോകണം. എനിക്ക് ഷോപ്പിലോട്ട് പോകണം, 1-2 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. റെൻ്റൽ ജ്വല്ലറി കഴിഞ്ഞ വർക്കിന് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് തിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. സാരി പ്രീപ്ലീറ്റ് ചെയ്തല്ലോ, അത് ഷോപ്പിൽ എത്തിക്കണം. അപ്പോൾ ഷോപ്പിൽ വന്ന് കസ്റ്റമർ എടുത്തുകൊണ്ട് പൊയ്ക്കോളും. ഞാൻ ഇന്ന് ലീവ് ആയതുകൊണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പോയി ചെയ്ത് കൊടുത്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ സ്കൂളിലോട്ടാണ് പോയത്. അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരാം മക്കൾ ഇന്ന് രാവിലെ കൊണ്ടുപോകണ്ട, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്ത് കയറി മോനോട്ടനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോഴാണ് വാച്ച്മാൻ അങ്കിൾ പറഞ്ഞത്, ഇല്ല മക്കളെ ഇവിടെ കൊടുത്തിരുന്നാൽ മതി, അവരങ്ങ് താഴെ എത്തിച്ചോളൂ എന്ന്. പിന്നെ അതൊക്കെ കൊടുത്ത് പിന്നെ തിരിച്ച് ബാങ്കിലൊക്കെ കയറാറുണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി പാർലറിലോട്ട് വന്നത് സാരി പ്രീപ്ലീറ്റ് ചെയ്തത് കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കുറേ പ്രോഡക്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്കാണ് പർച്ചേസ് ചെയ്തത്, പക്ഷേ പ്രോഡക്റ്റുകളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ നേരെ റെൻ്റൽ ജ്വല്ലറി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ വെങ്ങാറമൂട്ടിൽ യൂണിക്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ഇപ്പം റെൻ്റൽ ജ്വല്ലറി എടുക്കുന്നത്. സാധാരണ ഞാൻ പോത്തൻകോട് നിന്നായിരുന്നു, പക്ഷേ എനിക്ക് ദൂരം കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഓടി എത്താത്തത് കൊണ്ടും ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് വീഡിയോ എഡിറ്റിംഗ് ഉണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്ന സമയമായിട്ടുണ്ട്, നീ പോയി പാൽ മേടിച്ചുകൊണ്ട് വരുമെന്ന്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ ഇപ്പോൾ കവർ പാലാണ് ഉപയോഗിക്കുന്നത്. വാങ്ങിക്കുന്ന കവർ പാലാണ്. പശുവും പാൽ വാങ്ങിച്ചിട്ട് കുറേ നാളായി. അങ്ങനെയാണ് പശുവും പാൽ, സത്യം പറയാമല്ലോ പശുവും പാലിൽ ചായ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. 3 മണിയായപ്പോൾ മോനോട്ടൻ്റെ ബസ് വന്ന്. അപ്പോൾ ഞാൻ നേരെ ഓടി റൂമിനകത്തോട്ട് കയറി. കുളിച്ചിട്ടാണ് റൂമിനകത്തോട്ട് കയറിയത്, കാരണം അമ്പലത്തിലോട്ട് പോകണം. അപ്പോൾ ഇവ എന്നെ കണ്ടു കഴിഞ്ഞാൽ കുറുക്ക ഒന്നും കുടിക്കത്തില്ല കേട്ടോ. അമ്മ എന്ന് വിളിക്കുകയാണ്. അമ്മ എവിടെ? സ്കൂട്ടി ഇവിടെ ഇരിക്കല്ലേ, സ്കൂട്ടി ഇവിടെ ഇരിക്കുന്നു. അമ്മ വീണെന്നൊക്കെ പറയണം. ഇവ എന്നെ കണ്ടു കഴിഞ്ഞാൽ കുറുക്ക ഒന്നും കുടിക്കത്തില്ല, കുറുക്കൊട്ടും കുടിക്കത്തില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ അമ്മ പറഞ്ഞു നീ റൂമിനകത്ത് പോയി ഇരി കുളിച്ചിട്ട്. അപ്പോൾ വൈകുന്നേരം അമ്പലത്തിലോട്ട് പോകണം, 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആറ്റുകാൽ പോകണമെന്നുണ്ട്. അപ്പോൾ അകത്തോട്ട് കയറി ഇരിയെന്ന് പറഞ്ഞു. ഇതിനിടയിൽ സ്കൂളിൽ ആരോ പിടിച്ച് തള്ളിയെടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഇങ്ങനെ ആൾ പറയുന്നത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി. ഇനി നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊക്കെ നമ്മൾ മുടങ്ങാതെ പോകുമായിരുന്നു, മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും. പക്ഷേ ഇപ്പം കുറച്ചൊന്ന് മുടങ്ങി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വീണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ആറ്റുകാൽ ഈ രാവിലെ എണീറ്റ് മോനുടനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് വൈകുന്നേരം ഒരു 4 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പോകുന്നത്. രാവിലെ പോസിബിൾ അല്ല ഒട്ടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീച്ച് കുളിപ്പിച്ച് ബസ്സിൽ കയറ്റി നമ്മൾ അവിടുത്തെ ഒരു നേരം. അതുകൊണ്ടാണ് വൈകുന്നേര സമയം തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ വൈകുന്നേര സമയമാണ് പോയിട്ടുള്ളത്. ഏടം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കാറിൽ രാവിലെ 6 മണിക്ക് ഇറങ്ങിയാലും മതി, 7-7:30 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും. 7:30 അല്ല 7 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്താറുണ്ട് കേട്ടോ. ബസ്സിൽ കയറി കാറ്റടിക്കേണ്ട മോനോട്ടം ഉറങ്ങി, നല്ല ഉറക്കമായി. 1 മിനിറ്റിനുള്ളിലാണ് ആൾ ഉറങ്ങിയത്. കുറുക്കെല്ലാം വയറ് വീക്കെ കുടിച്ചു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ആൾ ഉറങ്ങി കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകുന്നത് എൻ്റെ കുടുംബക്ഷേത്രത്തിലുള്ള അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലോട്ട് പോകണം. നമ്മളെപ്പോൾ വന്നാലും അവിടെ പോവാതെ തന്നെ ഇരിക്കത്തില്ല. ഞാറ്റുകൾ വരുമ്പോഴത്തേക്ക് മാക്സിമം അവിടെയും കൂടെ കയറും. നമ്മൾ ഏത് അമ്പലത്തിലൊക്കെ പോയാലും നമ്മൾ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ തൊട്ടടുത്ത് ചേർന്നിരിക്കുന്ന ഒരു പൂക്കടയിൽ നിന്ന് ഞാൻ തിരികെ എണ്ണയും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോഴാണ് അമ്മ പറയുന്നത് നല്ലെണ്ണ ഉപയോഗിക്കില്ലടി, നെയ്യും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നല്ലെണ്ണ വാങ്ങരുതെന്ന് പറയും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ നല്ലെണ്ണയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു അമ്പലത്തിന് തൊട്ടടുത്തിരുന്നിട്ട് പൂക്കടക്കാരനെ അറിഞ്ഞൂടെ ഈ പറയും പോലെ വെളിച്ചെണ്ണയാണ് എടുക്കാനുള്ളതെന്ന്. അങ്ങനെ അമ്മ പറഞ്ഞില്ല, അവിടെ എഴുതി വെച്ചേക്കണതാണ് കണ്ടതെന്ന്. എന്തായാലും ഞാൻ നല്ലെണ്ണ വാങ്ങിച്ചു. അപ്പോൾ വാങ്ങിച്ച് അകത്ത് കയറിയപ്പോഴാണ് അവിടെ എഴുതി വെച്ചേക്കണത് അമ്മ എനിക്ക് കാണിച്ചു തന്നത്. നോക്കിയപ്പോഴത്തേക്കും ഈ നെയ്യും വെളിച്ചെണ്ണയും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ അവിടെ കൗണ്ടറിൽ ഇരുന്ന ആളോട് ചോദിച്ചു, ഈ അമ്പലത്തിന് അടുത്തിരിക്കുന്ന പൂക്കടക്കാരന് ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞൂടെ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു കേട്ടോ. എൻ്റെ സംശയം അത് സ്വാഭാവികമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ തൊട്ടടുത്ത് നമ്മൾ സാധനങ്ങളൊക്കെ വിൽക്കാതിരിക്കാനുള്ളത്. ഓക്കെ, എന്തായാലും അത് പോട്ടെ. അങ്ങനെ തൊഴുതു, മനസ്സമാധാനത്തോടു കൂടി നെയ് വിളക്കൊക്കെ എടുത്ത് ഞാൻ തൊഴുതു. ഇവിടെ ഉത്സവത്തിൻ്റെ പോസ്റ്ററൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എനിക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയായിരുന്നു. അപ്പം ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഇവിടുത്തെ ഉത്സവം. 2 ദിവസം മുമ്പ് ഇവിടെ തീരും കേട്ടോ. അപ്പം പൊങ്കാലയ്ക്ക് വരണമെന്ന് വിചാരിക്കുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെയും വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്താകുമെന്ന് അറിയത്തില്ല. അപ്പോൾ വർക്കില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ മാക്സിമം വരണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വരാനും കൂടെ പറ്റണം, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി ഇനി നേരെ ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ടാണ് പോകാനുള്ളത്. അപ്പം ഇവിടെ നിന്ന് ആട്ടോയിലേ പോകാൻ പറ്റത്തുള്ളൂ. സ്കൂട്ടിയാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് അല്ലാതെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ആട്ടോ പിടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് ആട്ടോ പിടിച്ചപ്പോൾ 70-80 രൂപയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ആട്ടോക്കാരൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് നമ്മൾ കയറിയത് എത്ര രൂപയാവുമെന്ന്. അപ്പോൾ മീറ്ററിൽ കാണുന്ന പൈസ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം എത്രയാവും മീറ്ററിൽ? 45 രൂപ അല്ലെങ്കിൽ 50 രൂപ അത്രയ്ക്കകത്തേ ആവത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും കഴിഞ്ഞ തവണ 70 രൂപയാണ് നമ്മളിന്ന് വാങ്ങിച്ചത്, അല്ലെങ്കിൽ 80 രൂപയാണ് നമ്മളിന്ന് വാങ്ങിച്ചത്, മീറ്ററിൽ 45 രൂപയാണ് കാണിച്ചിരുന്നതെന്നും പറയും. അപ്പോൾ പറയും അത് നിങ്ങളെ പറ്റിച്ചതാണെന്നും പറയും. കാരണം പറ്റിക്കാൻ ഒരുപാട് പേര് അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ തർക്കിക്കാനല്ലേ പറ്റത്തുള്ളൂ, അതൊന്നാമത്തെ കാര്യം. പക്ഷേ ഇയാൾ കുറച്ച് ജെന്യുവിൻ ആണെന്ന് എനിക്ക് തോന്നി കേട്ടോ പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞു. ഗൾഫിലായിരുന്നു, ഇവിടെ ഇപ്പോൾ ആട്ടോ ഓട്ടിക്കുന്നു, മീറ്ററിലുള്ള പൈസ ഞാൻ വാങ്ങിക്കാറുള്ളൂ, അല്ലാതെ അഡീഷണൽ ചാർജൊന്നും ഞാൻ എടുക്കാറില്ല, മീറ്ററിലുള്ള പൈസയാണ് യഥാർത്ഥത്തിൽ. പിന്നെ നിങ്ങളെ പറ്റിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതായത് ബാക്കിലോട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു കാർഡ് ഇട്ടേക്കും, ആ കാർഡിൽ ഒരു നമ്പർ കൊടുത്തേക്കും, ആ നമ്പറിൽ വിളിച്ച് ആട്ടോയിലെ നമ്പർ വിളിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആളെ ലൈസൻസ് വരെയും കട്ടാവും, മീറ്ററിനേക്കാളും കൂടുതൽ ചാർജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. നമ്മളവിടെയൊക്കെ ഒരു ആട്ടോ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 80-100 രൂപയാവും. ഒരു 40 രൂപ പോകാനുള്ളിടത്ത് 80-100 രൂപയാവും. മീറ്റർ ഇട്ടുന്നതായിരിക്കത്തില്ല ഓടുന്നത്. സിറ്റിയിലോട്ട് പിന്നെയും മീറ്റർ ഇടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഒന്നും മീറ്റർ ഇടത്തില്ല, അവർക്ക് മുതലാകാത്തതുകൊണ്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സ്കൂട്ടിയിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു ചെറിയ വഴി കൂടെയാണ് ഞാൻ പോകുന്നത് കേട്ടോ. പക്ഷേ ഇത് എളുപ്പം എത്തും. പക്ഷേ ചിലർ നമ്മളെ വഴി ചുറ്റിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്, നല്ല രീതിയിൽ കറക്കിയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. കാരണം മീറ്റർ കാശ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് ദൂരം ഞാൻ വന്നു എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാനും ഒരു തൊഴിൽ ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെനിക്കറിയാം. പക്ഷെ നമ്മൾ അന്യായമായി ഉള്ള പണം വാങ്ങൽ അത് എത്രത്തോളം ഇതാവുന്നെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പോട്ടെ. പക്ഷേ ഈ മാമൻ ജെന്യുവിനായിരുന്നു, ഓക്കെ ആയിരുന്നു, വേറെ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മീറ്ററിൽ 45 രൂപയാണ്
കാണിച്ചിരുന്നത്. ആൾ നമ്മളെ നിന്ന് 45 രൂപയെ വാങ്ങിച്ചിട്ടുള്ളൂ, 45 രൂപയെ പറഞ്ഞിട്ടുള്ളൂ. വേറെ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനൊരു 10 രൂപ അധികം കൊടുത്തു കേട്ടോ. അത് നമ്മളതിൽ അധികം ഉണ്ടായിട്ടല്ല, അത്രയും ഒരു സത്യസന്ധത പറയുന്നത് കൊണ്ട് മാത്രമാണ്. നമ്മളെ അറിഞ്ഞുകൊണ്ട് ഒന്നും പറ്റിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് തോന്നി ഞാനൊരു 10 രൂപ കൊടുത്തതാണ്. അതൊരു സന്തോഷത്തിൻ്റെ നിറവിൽ കൊടുത്തതാണ്. അല്ലാതെ എൻ്റെ കയ്യിൽ ധാരാളമുണ്ട്, ഞാൻ അധികം ചിലവാക്കി അങ്ങനെയൊന്നും അല്ല. എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ഞാൻ കൊടുത്ത ഒരു പൈസയാണ്. എത്രയായി? 48 രൂപ. അയ്യോ, ഇതിരിക്കട്ടെ, കുഴപ്പമില്ല. അല്ല, ഇത് ഒഴിക്കട്ടെ. നമ്മളിന്ന് അല്ല, അങ്ങനെയല്ല, നമ്മളെന്നെ കള്ളത്തരം പറഞ്ഞ് വാങ്ങിച്ചില്ലല്ലോ. 45 രൂപ പറഞ്ഞിട്ട് 70 രൂപ വാങ്ങിച്ചില്ലല്ലോ, പറയുന്നല്ലേ ഉള്ളൂ. 900 രൂപ 1000 രൂപ വാങ്ങുന്നവർ ഞാൻ 600 രൂപ വാങ്ങും. ആഴിമല ക്ഷേത്രത്തിൽ പോകാൻ നമുക്ക് അത്രേ ആവുള്ളൂ മീറ്ററിൽ. പിന്നെ എന്തിനാലും കൂടുതൽ അളവിൽ കവിഞ്ഞാൽ മോഹനം വേണം. എന്നാൽ ഇത് വേണം. അത് കുഴപ്പമില്ല, ആയിരിക്കട്ടെ, മാവിൻ്റെ ആയിരിക്കട്ടെ. സോറി, ഞാൻ 45 രൂപയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. 48 രൂപയാണ് കേട്ടോ വാങ്ങിച്ചത്. ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. എഡിറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മൾ നേരെ ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് എത്തി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മോനോട്ടും ചെറിയ കിണുങ്ങലും കാര്യങ്ങളൊക്കെ ആയി. അവന് കളിപ്പാട്ടം വേണം, അത് വേണം, ഇത് വേണം, പിന്നെ ഇവിടെ ഒരുപാടിടത്ത് തൊഴുവാണ്ടല്ലോ, അത്രയും നേരം നമ്മൾ അകത്ത് നിൽക്കണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായി. എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കരയണത് കാണുമ്പോഴത്തേക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ കുറേ തവണ ഞാൻ പറഞ്ഞു, ഇല്ല കരയാതിരി, ഞാൻ കളിപ്പാട്ടമൊന്നും വാങ്ങിച്ചിട്ടില്ല, ഞാൻ കളിപ്പാട്ടം വാങ്ങിക്കില്ല എന്നുള്ളൊരു വാശിയിൽ തന്നെയായിരുന്നു. കാര്യം അത്യാവശ്യം കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്. എന്തിനിങ്ങനെ കളിപ്പാട്ടം വാങ്ങിച്ച് കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കുറേ തവണ ഞാൻ ആക്രിക്ക് എടുത്ത് കൊടുത്തു. പിന്നെയും ഇങ്ങനെ വാങ്ങിച്ചിടുമ്പോൾ വീണ്ടും നിറയില്ലേ ചെയ്യണത്. ഒന്നാമത് കിടക്കുന്നത് വാടക വീട്ടിലാണ്. അതിനിടയിൽ ഇനിയും കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ച് കൊടുത്തില്ല. അങ്ങനെ നമ്മൾ തൊഴുതെല്ലാം ഇറങ്ങി. അവിടെ നിന്നൊരു പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് സാധാരണ നമുക്ക് കിട്ടിയിട്ടില്ല, ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഇറങ്ങി നമ്മൾ പകുതി വരെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ യൂട്യൂബ് സബ്സ്ക്രൈബർ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ചേച്ചിയുടെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് അന്ന് പറഞ്ഞത് കേട്ടോ. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അങ്ങനെ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് മോനുടെ ചെറിയ കരച്ചിലും ബഹളത്തിലും ആയിരുന്നു. പിന്നെ അതുകൊണ്ടാണ് അധികം നേരം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാതിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നേനെ. കാരണം അവന് കളിപ്പാട്ടം വേണം ഇതേ നിരന്തരം പറച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ നടന്നു. അപ്പോൾ മോനുട്ടനെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ അവനൊന്നും വേണ്ടാന്ന് പറയും, അമ്മയ്ക്കും ഒന്നും വേണ്ടെന്ന് പറയും. പിന്നെ ഞാൻ വിചാരിച്ചു എങ്കിൽ ഒരു ജ്യൂസ് കുടിക്കാമെന്ന്. ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. ഞാൻ മധുരം കുറച്ചിടണേ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അമ്മ കരിക്കിൻ ഷേക്കാണ് വാങ്ങിച്ചത്. അതിൽ വലിയ രീതിയിൽ മധുരം ഉണ്ടായിരുന്നില്ല. എൻ്റെ പൊന്നേ, ഞാൻ വാങ്ങിച്ചതിൽ എന്തോരം മധുരം വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. മോനൂട്ടനും എനിക്കും കൂടെ ഒന്നേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ചിലപ്പോൾ മോനൂട്ടൻ ഫുള്ള് കുടിച്ചില്ലെങ്കിലാന്ന് വിചാരിച്ച്. ഇത് മോനൂട്ടനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവ എടുക്കുന്നതാണ് ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാമറ ആയിപ്പോയത്. അങ്ങനെ അവൻ തന്നെ ആ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ട് ഇരുന്ന് കിളി പോയ കണക്കായി. അത് ബാലൻസ് ഞാൻ കുടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ എന്താ അങ്ങനെ ഇരുന്നേന്ന്. ഇങ്ങനെ ഡെയിലി മധുരമുള്ള ഒരു ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഒരു ഷുഗർ പേഷ്യൻ്റ് ആവും കേട്ടോ. പിന്നെ ഞാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോട്ട് എത്തി ഞങ്ങളെല്ലാവരും. ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ടാണ്. ഇനി ഉള്ള വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിരുന്നില്ല, കാരണം ക്ഷീണമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊക്കെ വീഡിയോസ് ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കാരണം തിരക്കായിരുന്നു. ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം, നിങ്ങളിലേക്ക് എത്തിക്കണം വിശേഷങ്ങൾ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വ്ലോഗുമായിട്ട് വരുന്നവരെയും ടാറ്റാ.